ചെളി പിടിച്ച ചീനിക്കിഴങ്ങ് എങ്ങനെ വൃത്തിയാക്കാന്ന് നിങ്ങൾ കണ്ടോ? ഞാൻ കാണിക്കാം. ഇത് ഞങ്ങൾ ചെയ്യുന്ന ട്രിക്ക്. പാത്രം തേക്കുന്ന കമ്പി ഇട്ടില്ലേ, ഇങ്ങനെ ഉരച്ച് കഴുകും. ഇത് വെളുത്തില്ലേ, ഇത് വെളുത്തില്ലേ, ഇങ്ങനത്തെ ട്രിക്ക് അറിയാവോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഇങ്ങനെ അറിയാവോ? ഇത് എന്നാ ഭംഗിയായി അല്ലേ? ഇത് വെളുത്തു. ഇതെന്താ കിഴങ്ങ് വെളുത്തു. എന്നിട്ട് ഇത് തേച്ച് കഴുകുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് നമുക്ക് 3. നിങ്ങളും ഇങ്ങനെ ചെയ്യണേ, ഞാൻ ചെയ്ത പോലെ. നമുക്കിത് ഒന്നും കൂടെ കഴുകിയിട്ട് അടുപ്പത്ത് വെക്കാം. ഇത് പരിപാടി തീർന്നു. ഹായ്, ഞങ്ങൾ അന്നേരം ഇന്ന് ചീനിക്കിഴങ്ങ് പുഴുങ്ങിയേ. ഇന്ന് അമ്മ വീഡിയോക്കകത്ത് വരികയല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് മേത്തെല്ലാം വേദനയും ഉറക്കവും ഇല്ല. എന്നാന്നറിയത്തില്ല, പഴയ രോഗത്തിന്റെ തന്നെ ആയിരിക്കും. ഇപ്പൊ തീരെ വയ്യ, നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. അതുകൊണ്ട് അമ്മ അപ്പുറത്തിരുന്നപ്പോ ഞാൻ പറഞ്ഞേ, അന്ന് അമ്മ വീഡിയോക്കകത്ത് വന്നിരിക്കുന്നു പറഞ്ഞപ്പോ അങ്ങനെ വന്നതാ. ഇത് നമ്മളിന്ന് വിട്ടമ്മ ഇത് ചീനിക്കിഴങ്ങ് പുഴുങ്ങിയേ. പ്രത്യേകിച്ച് കാപ്പിക്കൊന്നും ഉണ്ടാക്കിയില്ല. ഗോതമ്പ് പൊടി ഇരിപ്പുണ്ടേ. അന്നേരം പിന്നെ ഈ ചീനിക്കിഴങ്ങും ഉണ്ട്, മൈദാമാവൊക്കെ ഉണ്ട്. അന്നേരം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കിഴങ്ങ് വർഗം എന്തെങ്കിലുമാ, ഗോതമ്പ് പൊടിയെക്കാട്ടിലും. അന്നേരം പിന്നെ അമ്മ കിഴങ്ങ് വെന്തപ്പോ 2 കഷ്ണം എടുത്തു കഴിക്കാൻ. ചെറിയൊരു പാൽച്ചായ കൂടി കഴിഞ്ഞു, മരുന്നും കഴിച്ചു. അത് കഴിഞ്ഞ് കിഴങ്ങ് വെന്തപ്പോ ആ റോസ് ചീനിക്കിഴങ്ങില്ലേ, നല്ല രുചിയുണ്ട് കേട്ടോ. വെള്ളേനെക്കാട്ടിലും നല്ല റോസാ. ഈ റോസിന് എന്നാ വില അമ്മേ? 60 രൂപ റോസിന്. വെള്ളയ്ക്കും 60. വല്യതിന്. വെള്ളയ്ക്ക് ഭയങ്കര വെള്ളച്ചൊവ്വ വെന്താല്, രുചിയില്ല, മധുരവും ഇല്ല. അങ്ങനെ ഇനി ഉടനെ തന്നെ മെഡിക്കൽ കോളേജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കേണ്ടി വരും. അത്രയ്ക്ക് വയ്യ, വയറിനൊക്കെ വേദനയാ നടക്കുമ്പോ. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു പേടിയും കാര്യങ്ങളും ഞങ്ങൾക്കുണ്ട്. പുറമേ നോക്കുമ്പം എല്ലാവരും അല്ലേ, ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നത് നമുക്കേ അറിയത്തുള്ളൂ. അങ്ങനെ ഞാനും അമ്മയും ഇരിക്കുന്നു. അന്നേരം വീട് പണിയാണെങ്കിലും തീരാറായി. എന്നാലും 2 കൂട്ടം പണിയും കൂടെ ഉണ്ട്. ടൈല് ഫുൾ ഇടണം, പിന്നെ പെയിന്റിങ് ഉണ്ട്. എല്ലാത്തിനും പൈസ കുറവാ എന്നൊക്കെ പറഞ്ഞോണ്ട് എല്ലാരും അതെ ആകെപ്പാടെ വിഷമത്തിലാ. പിന്നെ നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷം? ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാനുള്ളൂ ഈ വീട്ടിലെ ആണെങ്കിൽ. അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ പുറത്തു പോകുന്നില്ലല്ലോ ഒരു കാര്യങ്ങളും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ. അന്നേരം അമ്മയ്ക്ക് രാവിലെ വയ്യായിരുന്നു. എന്നാലും ഞാൻ അമ്മേനെ വിളിച്ചെഴുന്നേപ്പിച്ചോണ്ട് വന്നു. തിണ്ണായി ചെന്നിരിക്കുമായിരുന്നു. അന്നേരം ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. നിങ്ങളോടൊന്ന് വർത്താനം പറഞ്ഞ് നിങ്ങളെ ഒന്ന് കാണുവാണെങ്കിൽ നമുക്കും അതിൻ്റെതായ ഒരു സമാധാനം ഇല്ലേ. അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു. പിന്നെ പാപ്പുവിന് കുറഞ്ഞു കേട്ടോ. പാപ്പു ഓടി നടക്കാറായി. സ്വന്തം കാര്യങ്ങളും നോക്കി പാപ്പു നടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷം? നിങ്ങൾ എന്നാ കറി വെച്ചെന്ന്, നിങ്ങളുടെ വിശേഷവും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം പറയണേ. ഞങ്ങളിവിടെ ഒറ്റയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കമന്റ് ഒക്കെ കണ്ടാൽ ഞങ്ങളിങ്ങനെ പരസ്പരം, അമ്മ എന്നോടും പറയും, ഞാൻ അമ്മയോടും പറയും നിങ്ങളുടെ കാര്യങ്ങൾ. അങ്ങനെ ഒരു വീട് പോലെ. പിന്നെ ഇന്നാണെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിലും നമ്മുടെ മക്കളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റിയല്ല. അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ അടുത്തിരുത്തി നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്ന. പക്ഷെ അവര് വലുതായപ്പോ ജോലിയുടെ ഭാഗമായിട്ടും പിന്നെ വിവാഹം കഴിച്ചു, ജോലിയുടെ ഭാഗമൊക്കെ ആയതുകൊണ്ട് നേരത്തെ പിള്ളേർ ഒരു ദിവസം 1000 പ്രാവശ്യമെങ്കിലും അമ്മയെന്ന് വിളിക്കുമായിരുന്നു അല്ലേ അമ്മേ? അമ്മ 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 അമ്മയെന്ന് വിളിച്ച് ഒരു 1000 പ്രാവശ്യമെങ്കിലും നേരം വെളുത്ത കടുങ്കാപ്പി തൊട്ട് അവര് കിടന്നുറങ്ങുന്ന വരെ അമ്മ അമ്മ അമ്മയെന്ന് വിളിക്കുമായിരുന്നേ. അങ്ങനെ വിളിച്ച് ഇപ്പം ഒരു ദിവസത്തില് ഒരു നേരം പോലും അല്ലേ
കുറവാ വിളി. പിള്ളേരെ നമ്മളെ ഫോൺ വിളിയും കാര്യങ്ങളും ഒക്കെ കുറവാ. ജോലിയുടെ മാറ്റമാണോ ജീവിതത്തിന്റെ മാറ്റങ്ങളാണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ അനുഭവിക്കുന്ന പോലെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഇത് അനുഭവം. കാരണം നമ്മൾ അതുപോലെ വളർത്തിയിട്ടേ, അതുപോലെ പൊന്നുപോലെ വളർത്തിയിട്ട് എവിടെങ്കിലും നിന്ന് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് വളർന്ന പിള്ളേരല്ല എൻ്റെ. ഞങ്ങള് 30 വയസ്സ് വരെ, മൂത്ത മോനും 29ആയി, കൂടെ നിന്ന് 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 വളർന്ന് 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 അമ്മയാണ് 24 മണിക്കൂറും അവരുടെ കാര്യങ്ങളും നോക്കാൻ പുറകെ നടക്കും. ബാക്കി ഞാനും ചെയ്യും. ചോറ് കറി ഭക്ഷണം കാര്യങ്ങളെല്ലാം ഞാനാ. ബാക്കി അമ്മയും പുറകെ നടക്കും. അവരങ്ങനെ നമ്മുടെ കൂടെ നടക്കുകയും ചെയ്യും. മോളെയമ്മേ മോളെയമ്മേ അമ്മേ അമ്മ എന്ന് വിളിച്ച് നടക്കുകയും ചെയ്യും. അങ്ങനെ ഒക്കെ നിന്നിട്ടേ ഇപ്പം അങ്ങനെ ഒന്നും വിളിക്കാനും ആരുമില്ല. വയ്യെങ്കിലൊന്ന് സമാധാനിപ്പിക്കാനും നമുക്ക് അടുത്ത ആരും ഇല്ലല്ലോ. എല്ലാരും ജോലിയും കാര്യങ്ങളുമായിട്ട് അങ്ങനെയൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. അമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും വിഷമം. അത് പറയാനും നേരമുള്ളൂ. എനിക്ക് അതിൽ ഒരുപാട് ഒത്തിരി ഒത്തിരി വിഷമമുണ്ട്. ചങ്കിനകത്ത് കല്ല് കയറി കിടക്കുന്ന പോലെ വിഷമമുണ്ട് പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോ. എന്നുവെച്ചാ 1000 തവണ വിളിച്ചെടുത്തേ ഒരു തവണ പോലും ഇപ്പൊ പിള്ളേർക്ക് സമയമില്ലെന്ന് പറഞ്ഞാ അതിനൊക്കെ എന്നാ നമ്മൾ പറയുന്നേ. അതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട്. പിന്നെ വരുമ്പം 2-3 ദിവസത്തേക്ക് ഒരു സന്തോഷമുണ്ടല്ലേ. വരുമ്പം 2-3 ദിവസത്തേക്ക് ഒരു സന്തോഷമുണ്ട്. ഇനി നമ്മുടെ ആവശ്യങ്ങള് കഴിഞ്ഞോ എന്ന് അവര് മനസ്സിലാക്കിയിട്ടാണോ എന്നറിയത്തില്ല. പിള്ളേരെ കാണുമ്പോ ഒരു സന്തോഷം, പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ രീതിയും ജീവിതമായിട്ട് അവരങ്ങ് പോകും. എല്ലാരും അനുഭവിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല ഈ വിഷമം. പക്ഷെ ഞങ്ങള് രണ്ടുപേരും ഇപ്പൊ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടല്ലേ. പിള്ളേര് തൊട്ടടുത്തില്ലാത്തതിന്റെ. ഒന്നും വേണ്ട, പൈസ തന്നോ അല്ല പലഹാരം അല്ലെങ്കിൽ ഇറച്ചി മീനോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ ചെറിയ കാര്യത്തിനാണെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യത്തിനാണെങ്കിലും നമ്മുടെ ഒപ്പമേ അവര് അമ്മേ അമ്മേ അമ്മേ, ഒരു കടുങ്കാപ്പി പോലും നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചു കുടിക്കാൻ അമ്മേ അമ്മേ അമ്മേന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ഇപ്പം ഫോൺ വിളിച്ചാ തിരക്കില്ലെങ്കിൽ എടുക്കും. പക്ഷെ പിള്ളേര് മാറിപ്പോകുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരുപാട് പണ്ടത്തെ അല്ലേ ഒത്തിരി മാറിപ്പോകുന്നു. വയസ്സായവരുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് ഇപ്പം പറ്റുന്നില്ല. എല്ലാ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും അല്ലേ. അതൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. പിന്നെ എല്ലാരും കമന്റ് ഇടണേ, കറിയൊക്കെ എന്നതാ, നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷം. ഇനി എല്ലാവർക്കും എന്നാ ജയശ്രീ ചേച്ചിക്ക്, സുമ ചേച്ചിക്ക്, എന്നാ ബി ചേച്ചിക്ക്, പിന്നെ എല്ലാവർക്കും ഹായ് ചോദിച്ചവർക്ക് എല്ലാവർക്കും ഹായ് ഉണ്ട്. അമ്മ ഹായ് ഉണ്ട്. അന്നേരം അത് ചൂടാറുമ്പോ ഇച്ചിരി ഉറയ്ക്കൂലോ ആ കിഴങ്ങ്, അന്നേരം കഴിക്കാലോ എന്നോർത്ത് ഞാന് ഇരിക്കുക. മധുരം ഉണ്ടോ അമ്മേ? ലാട്ടെല്ലാ വീട്ടിലും ഇല്ലേ. വയസ്സായ അമ്മ അപ്പനും ഇങ്ങനെ ഒരു വല്യമ്മയും വല്യപ്പനും കാണും എല്ലാ വീട്ടിലും അല്ലേ. അപ്പനും അമ്മയും ഉണ്ട്, പിന്നെ അവരുടെ അച്ഛനും അമ്മയും ആരെങ്കിലും ഒരു വയസ്സായവര് കാണും. മക്കളെല്ലാം ജോലി തിരക്കും കല്യാണവും കഴിച്ച് മക്കളെല്ലാം ആ രീതിക്ക് അങ്ങ് പോകും. എല്ലാം ഓർക്കുമ്പോ ഒരു വിഷമമാണ്. ഓർക്കാതിരിക്കാമെങ്കിൽ ചില നേരം ഓർക്കും, ജോലിയുടെ അല്ലേ, പിള്ളേരല്ലേ, അവർക്ക് അവരുടേതായ തിരക്കും കാര്യങ്ങളും കാണും. പക്ഷെ ചില നേരം ഓർക്കും ഇതെല്ലാം അതിക്രമമല്ലേ എന്ന്. എന്നാ തിരക്കും കാര്യങ്ങളും ജോലി ഉണ്ടെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ അറിയുകയും അന്വേഷിക്കുകയും സമയമുള്ളപ്പോ ഓടി വരുകയും അങ്ങനെയൊക്കെ ചെയ്യണ്ടേ മക്കളല്ലേ. അങ്ങനെയാ. ഇപ്പൊ മാമ്പൂ പൂത്തപ്പം ഞാൻ ആ പഴയ പഴഞ്ചൊല്ല് ഓർക്കുക. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കണ്ടെന്ന് പണ്ടത്തെ കാരണവന്മാര് പറഞ്ഞത്.
അതൊക്കെ ഈ സത്യം പറഞ്ഞ ഞങ്ങളുടെയൊക്കെ ജീവിതത്തില് ഞാനത് സത്യമായിട്ട് വരുമോന്ന് ഓർത്തോണ്ടിരിക്കുക ആ പഴഞ്ചൊല്ല്. അങ്ങനെ